24,188 റാങ്കിന് വരെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഓരോ കാറ്റഗറിയിലും സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടിയ കുട്ടികളുടെ റാങ്ക് ആണിത്. കാറ്റഗറിയിൽ ഒരു 20,000 റാങ്കിന് വരെ സെക്കൻഡ് അലോട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഹായ് എവരിവൺ, ദിസ് ഇസ് AJ ഫ്രം മാർക്കനെക്സ്. സോ MBBSന്റെയും കേരള MBBSന്റെയും കേരള BDSന്റെയും ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം കേരളത്തിൽ MBBSനും BDSനും ഗവൺമെന്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ഒക്കെ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ റാങ്കുകാർക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. അതുമാത്രമല്ല കേരള MBBSന് കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് റാങ്കുകാർക്ക് വരെയാണ് സാധ്യത? അപ്പൊ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യതയും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെ വന്നവർക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. അപ്പോൾ കിട്ടിയവരോടും കിട്ടാത്തവരോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അലോട്ടഡ് ആയ ആൾക്കാരുണ്ടാകും, അലോട്ട്മെന്റ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ് വന്നത്. അപ്പൊ പ്രൊവിഷണൽ ഇന്ന് രാത്രിയോട് കൂടിയോ നാളെ രാവിലെയോട് കൂടിയോ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും കോളേജിൽ ജോയിൻ ചെയ്യാനും ഒക്കെ അവസരം ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അലോട്ടഡ് ആയ കുട്ടികളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ആദ്യം വെച്ചു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വെച്ചു, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS വെച്ചു, അവിടെ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഹയർ ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ സമർപ്പിച്ച് നിങ്ങൾ ഫീസൊക്കെ അടച്ച് അവിടെ പഠിച്ച് ഏറ്റവും മികച്ച ഒരു ഡോക്ടറായിട്ട് പുറത്തിറങ്ങുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഓപ്ഷൻ. നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ അല്ലെങ്കിൽ 20ാമത്തെയോ 30ാമത്തെയോ ഒക്കെ ഓപ്ഷൻ കിട്ടിയ കുട്ടികളുണ്ടാവും. അങ്ങനെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് എന്ത് വേണം? അപ്ഗ്രഡേഷൻ വേണം. മുന്നേയുള്ള ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലേക്ക് മാറണം. അതിനെവിടേക്കാണ് അവസരമുള്ളത്? സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ നിങ്ങൾക്ക് അപ്ഗ്രഡേഷന് സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് കോളേജും ഏത് കോഴ്സും ആയിക്കോട്ടെ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പോയിട്ട് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താവും. നിങ്ങളെ സെക്കൻഡിലോ തേർഡിലോ പിന്നെ പരിഗണിക്കില്ല. അത് എവിടെയും ആയിക്കോട്ടെ കിട്ടിയത്, സെൽഫ് ഫിനാൻസിങ് MBBS ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDS ആയിക്കോട്ടെ, ഒന്നുമില്ല, വേറൊരു നിവർത്തിയില്ല, അവിടെ പോയിട്ട് ജോയിൻ ചെയ്തേ മതിയാകൂ. ജോയിൻ ചെയ്താൽ മാത്രമേ സെക്കൻഡിലും തേർഡിലും അപ്ഗ്രഡേഷൻ കൊടുക്കാൻ പറ്റൂ. നിങ്ങളെ അവിടെ പരിഗണിക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ പുറത്താകും. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് വെറുതെ ഇരിക്കേണ്ട. ജോയിൻ ചെയ്തിട്ട് എന്തിനു ശ്രമിക്കണം? നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ വേണം അല്ലെ? അപ്ഗ്രഡേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയൊരു സെക്കൻഡ് ഓപ്ഷനിലേക്കോ ഫസ്റ്റ് ഓപ്ഷനിലേക്കോ ഒക്കെ മൂവ് ചെയ്യണം, പോകണം. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നുമില്ല, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണ്? കേരളയുടെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റ് വരും. ഓക്കെ, അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നുമില്ല, ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. എന്താണ് മക്കളെ? ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് വരും, നമ്മുടെ സിയുടെ സൈറ്റിൽ വരാൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും. ആ സമയത്താണ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടത്. ആ സമയത്ത് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ്, നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതേപോലെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ 3ാമത് വെച്ചിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണെന്ന് കരുതുക. നിങ്ങൾ 4ാമത് വെച്ചിരിക്കുന്ന കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണെന്ന് കരുതുക. നിങ്ങൾക്ക് ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓൾട്ടർ ചെയ്യണം. ട്രിവാൻഡ്രത്തെ 3ാമതേക്ക് കൊണ്ടുവരണം. ഈസിയാണ്, അത് സാധിക്കും. സെക്കൻഡ് അലോട്ട്മെന്റിന് മുൻപ് നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റും സാധിക്കും. ഇനി നിങ്ങൾ വെച്ചൊരു കോളേജ്, നിങ്ങൾ തൃശ്ശൂർ ഒരു സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജ് വെച്ചു, അവിടെ BDS നിങ്ങൾ വെച്ചു സെൽഫ് ഫിനാൻസിങ്ങിൽ, നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറ്റും? ഡിലീറ്റ് ചെയ്യാനും പറ്റും, റീഅറേഞ്ച്മെന്റും പറ്റും. പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെൽഫ് ഫിനാൻസിങ് MBBS കൊടുത്തില്ല, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് MBBS നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാൽ നിങ്ങൾ വിചാരിക്കുക, എന്നാൽ സെക്കൻഡിൽ ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആഡ് ചെയ്യാം, പറ്റുമോ? ഇല്ല. ഗവൺമെന്റ് പുതുതായിട്ടൊരു കോഴ്സോ ഒരു കോളേജോ ഒരു പുതിയ സീറ്റ് അനുവദിക്കുന്നത് വരെ, ആ സീറ്റ് ഒരു പുതിയ സീറ്റ് അനുവദിക്കുകയാണെങ്കിൽ ആ പുതിയ സീറ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, സെക്കൻഡ് അലോട്ട്മെന്റിൽ കൊടുക്കാം. അൺലെസ് നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല.
ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുക, അവിടെ തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല, എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്ത കുഞ്ഞുങ്ങളോടാണ് വിഷമിക്കരുത്. നിങ്ങൾക്ക് സെക്കൻഡും തേർഡും സ്ട്രേ വേക്കൻസി റൗണ്ടും ഒക്കെ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വേറെ എവിടെ ചാൻസ് ഉണ്ട്? ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് 9-ാം തീയതി വരും. ആ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, അവിടെ നിങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അത് മാത്രമല്ല കേരളത്തിൽ ഇനി എന്തുണ്ട്? സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ വീണ്ടും നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണോ? കേരളയുടെ കേസാണ്. കേരളത്തിൽ നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കണോ? വേണ്ട, വീണ്ടും ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. പക്ഷെ എന്ത് നടത്തണം? ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾ നടത്തണം. അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളും ലഭിച്ച കുട്ടികളും ഇനി മുകളിലേക്ക് പോകണമെങ്കിലും പുതിയ സീറ്റ് കിട്ടണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. അതിനുള്ള ഡേറ്റും ടൈമും ഒക്കെ സിയുടെ വെബ്സൈറ്റിൽ വരും. ആ ടൈമിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം ഓപ്ഷൻസ്. ഇതിനൊക്കെ അവിടെ സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാണ്, കിട്ടാത്ത ആളുകൾ. അപ്പൊ നമ്മൾ അവിടെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി അല്ല, ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് വരുന്നുണ്ട് 9-ാം തീയതി. ആ 9-ാം തീയതിയിലെ അലോട്ട്മെന്റിൽ കിട്ടിയോന്ന് നോക്കാം. ഇനി ചില ആൾക്കാർ ഓൾ ഇന്ത്യ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ. കേരളത്തിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഓൾ ഇന്ത്യ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ഇപ്പൊ ലാസ്റ്റ് റാങ്ക് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇനി ഓൾ ഇന്ത്യ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. കേരള പോലെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനും നടത്താൻ പറ്റും, പുതിയ ഓപ്ഷൻസ് കൊടുക്കാനും പറ്റും. തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റും, പുതിയ ഓപ്ഷൻസ് കൊടുക്കാനും പറ്റും. ഓക്കെ അല്ലേ? ഇനി ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ രജിസ്ട്രേഷൻ നടത്തി. ഓക്കെ. പക്ഷേ കൂടുതൽ പുതിയ കോളേജുകളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. കേരളത്തിൽ കിട്ടുമെന്ന് കരുതി പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ ഇനി ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായും ഫ്രഷ് ആയിട്ട് ചോയ്സ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഓൾ ഇന്ത്യയിൽ. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ എയിംസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ജിപ്മർ ക്യാമ്പസ് കൊടുത്തില്ല, അല്ലെങ്കിൽ കേരളത്തിലെ 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊടുത്തില്ല. ഡോണ്ട് വറി. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ റൗണ്ട് 2ലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്താം. ആദ്യഘട്ടത്തിൽ നിങ്ങൾ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തില്ലെങ്കിലോ കർണാടകത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കൊടുത്തില്ലെങ്കിലോ കുഴപ്പമില്ല. റൗണ്ട് 2ൽ വീണ്ടും നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് കേരള അലോട്ട്മെന്റിൽ സാധ്യമല്ല. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ മാത്രമാണ് ആ സാധ്യതകളുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് റാങ്കിലേക്ക് പോവാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഗവൺമെന്റ് MBBS സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ദെൻ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റുകൾ നമ്മൾ നോക്കും, ഗവൺമെന്റ് BDS സീറ്റുകൾ നോക്കും, സെൽഫ് ഫിനാൻസിങ് BDS സീറ്റുകൾ നോക്കും, ഓരോ കാറ്റഗറിയുടെയും നമ്മൾ നോക്കും. യെസ്. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് MBBS നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം വന്നിരിക്കുന്നത് ഗവൺമെന്റ് MBBSന്റെ ലാസ്റ്റ് റാങ്ക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 676 കേരള MBBS ലഭിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഫേസിൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 24-ൽ 746 വരെ ലഭിച്ചിരുന്നു. പക്ഷെ ഇത്തവണ 676 വരെ മാത്രമാണ് ലഭിച്ചത്. അപ്പൊ 676 എവിടെയാണ് കിട്ടിയത്? മഞ്ചേരിയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. മലപ്പുറം മഞ്ചേരിയിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതേപോലെ 670 എറണാകുളത്ത് കിട്ടിയിട്ടുണ്ട്, 175 കാലിക്കട്ടും 287 ട്രിവാൻഡ്രത്തും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ചില കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്, മിസ് എനിക്ക് ഇതിലും റാങ്ക് ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ കിട്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഈ കോളേജ് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ക്യാമ്പസ് സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് BDSും MBBS ഒക്കെ പറയുമ്പോൾ ആ കോളേജിൽ നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ തന്നെ നിങ്ങളുടെ റാങ്കിന് പിന്നിലുള്ള കുട്ടികൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾ അവിടെ ഓപ്ഷൻ വെക്കാത്തത് കൊണ്ടാണ്. ആ കാര്യം മനസ്സിലാക്കുക കേട്ടോ. യെസ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി കഴിഞ്ഞു, യാതൊരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറിയാണ്. ഈഴവ കാറ്റഗറിയിൽ 1642 വരെ ഈ വർഷം അഡ്മിഷൻ ലഭിച്ചു ഫസ്റ്റ് ഫേസിൽ തന്നെ. കഴിഞ്ഞ വർഷം 1568 മാത്രമേ കിട്ടിയുള്ളൂ. ഏകദേശം അടുത്ത് തന്നെയാ.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഏകദേശം ഒരു 180 റാങ്കിന്റെ ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത്തവണ 80 റാങ്ക് കൂടി മുന്നിലേക്ക് വന്നു. അപ്പൊ കഴിഞ്ഞ സെക്കൻഡ് റൗണ്ടിൽ, കഴിഞ്ഞ 2024 സെക്കൻഡ് റൗണ്ടിൽ 2074 വരെ അഡ്മിഷൻ ലഭിച്ചു. അപ്പൊ ഇത്തവണ എന്തായാലും ഒരു 2100-നുള്ളിലാണെങ്കിൽ നിങ്ങൾ സേഫ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇഴവ കാറ്റഗറി സെക്കൻഡ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 2100 റാങ്കിനുള്ളിലാണ് നിങ്ങളെങ്കിൽ. യെസ്, അടുത്തത് മുസ്ലിം കാറ്റഗറിയാണ്. മുസ്ലിം കാറ്റഗറിക്ക് ഇത്തവണ ഈ വർഷം 904-നാണ് അഡ്മിഷൻ ലഭിച്ചത്. 904-നാണ് അഡ്മിഷൻ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഫേസിൽ 1012 വരെ അഡ്മിഷൻ ലഭിച്ചിരുന്നു. അപ്പോൾ ഒരു 100 റാങ്ക് പിന്നിലേക്കാണ് പോയത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം 1000-ന് ലഭിച്ചു, ഇത്തവണ 900 വരെയാണ് ലഭിച്ചിരിക്കുന്നത്. വലിയ വ്യത്യാസമില്ല, 100 റാങ്കിന്റെ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫേസിൽ ആർക്കൊക്കെ സാധ്യതയുണ്ട്? ഒരു 1100 റാങ്ക് വരെ, 1100 വരെ മുസ്ലിം കാറ്റഗറിയിൽ റൗണ്ട് 2-ൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഇനി LA കാറ്റഗറി നോക്കാം. LA കാറ്റഗറി ഈ വർഷം 3367-ന് ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3014 വരെ കിട്ടിയിട്ടുള്ളായിരുന്നു. ഒരു 300 റാങ്കിന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റൗണ്ട് 2-ൽ കഴിഞ്ഞ വർഷം 3050-നാണ് കിട്ടിയത്. അപ്പോൾ വലിയ വ്യത്യാസമില്ല. അതായത് ആ ഒരു കാറ്റഗറിക്ക് ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും ഒരു 30 റാങ്ക് ഒക്കെ മുന്നിലേക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 3367-നാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. ഒരു 3400 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3400 വരെയുള്ള റാങ്കുകാർക്ക് റൗണ്ട് 2-ൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ധീവര കാറ്റഗറി 6514 വരെയാണ് റൗണ്ട് 1-ൽ കിട്ടിയിരിക്കുന്നത്. 6500-ആണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 6917 വരെ കിട്ടിയിരുന്നു. ഓക്കെ, അത് തന്നെയാണ് റൗണ്ട് 2-ലും വന്നത്. അപ്പോൾ ഈ വർഷം 6514-ആണ്. ഈ കാറ്റഗറികളുടെ പ്രത്യേകത. റൗണ്ട് 2-ലും വലിയൊരു കുതിച്ചുചാട്ടം എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ കുട്ടികൾ ആ കോളേജിൽ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 6600-ന് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 6600 റാങ്കുകാർക്ക് വരെ റൗണ്ട് 2 എക്സ്പെക്ട് ചെയ്യാം. യെസ്, VK വിശ്വകർമ്മ കാറ്റഗറി 2100-നെ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നുള്ളൂ. ഈ വർഷം 2556-ന് കിട്ടി. അപ്പോൾ വലിയ വ്യത്യാസം ഇവിടെയും എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു 2560 വരെയൊക്കെ റൗണ്ട് 2-ൽ എക്സ്പെക്ട് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷം വലിയ ഡിഫറൻസ് ഇല്ലായിരുന്നു. ഓക്കെ, അടുത്തത് BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. 1892 വരെ മാത്രമാണ് ഈ വർഷം ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. 2082 വരെ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. അതായത് ഒരു 100 റാങ്കിന്റെ ഡിഫറൻസ്, 200 റാങ്കിന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. 200 റാങ്ക് പിന്നിലേക്കാണ് പോയത്. സോ ഒരു 2000 റാങ്ക് വരെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 2000 റാങ്കിനുള്ളിൽ വരികയാണെങ്കിൽ റൗണ്ട് 2-ൽ ഒരു സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയാണ്. 2674-നാണ് കേട്ടോ ഈ വർഷം ക്ലോസിംഗ് റാങ്ക്. 2674. കഴിഞ്ഞ വർഷം അത് 2682-ആണ്. മക്കളെ, നമ്മൾ എപ്പോഴും റാങ്ക് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ചിട്ട് ഈ വർഷത്തെ റാങ്ക് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക? അത് ഒരുപോലെ വരുമോ? മാർക്കിൽ വ്യത്യാസമില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മാർക്കിൽ കോഴ്സ് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യയിൽ നമുക്ക് കിട്ടിയ നമ്മുടെ നീറ്റ് സ്കോറും ഓൾ ഇന്ത്യയുടെ റാങ്കും ഇത്തവണത്തെ ഓൾ ഇന്ത്യയുടെ റാങ്കും നീറ്റ് സ്കോറും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ കേരള റാങ്ക് നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷം BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയുടെ ഫസ്റ്റ് ഫേസിൽ ലാസ്റ്റ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് 2682. ഈ വർഷം 2674. 8 റാങ്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ സാധിക്കും ഈ റാങ്കുകൾ. അപ്പോൾ കഴിഞ്ഞ വർഷം 4000 റാങ്കിന് വരെ സെക്കൻഡ് ഫേസിൽ കിട്ടിയിരുന്നു. ഈ വർഷം 4000 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ വർഷം അത്രയും ഒഴിവ് വന്നതുകൊണ്ടാണ് 4000 റാങ്കിന് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. യെസ്, KN കാറ്റഗറി കഴിഞ്ഞ വർഷം 9950-ക്കാണ് അവസാനമായിട്ട് ഫസ്റ്റ് ഫേസിൽ അവസാനമായിട്ട് കിട്ടുന്നത്. ഈ വർഷം അത് 9585. 500 ആണോ 9 ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. യെസ്, ഏകദേശം അടുത്ത് തന്നെയാണ്. ആ ഒരു 9600-നൊക്കെ സെക്കൻഡ് ഫേസിൽ എക്സ്പെക്ട് ചെയ്യാം. KU കാറ്റഗറി 19,105 വരെ ഫസ്റ്റ് ഫേസിൽ കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് MBBS സീറ്റ്. അതായത് ഏകദേശം 20,000 റാങ്കിനോട് അടുപ്പിച്ച് കേരളത്തിൽ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു. KU കാറ്റഗറിയാണ്. ഒരുപാട് വ്യത്യാസം നിങ്ങൾ സെക്കൻഡ് ഫേസിൽ പ്രതീക്ഷിക്കേണ്ട. ഒരു 19,200-ലാണെങ്കിൽ നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് SC കാറ്റഗറിയാണ്. SC കാറ്റഗറി
14,458 ഫസ്റ്റ് ഫേസിൽ കിട്ടിയ കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയ കുട്ടിയുടെ അവസാന റാങ്ക് ആണ് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് 13,713 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു 15,000 റാങ്കിനുള്ളിലാണെങ്കിൽ സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. SC കാറ്റഗറിയാണ്. ST കാറ്റഗറിയാണ് അടുത്തത്. 24,188 ഈ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ആദ്യ അലോട്ട്മെന്റിൽ 24,000 റാങ്കുകാരന് ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 21,600 21,600 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു 24,200-300 ഒക്കെ നിങ്ങൾ സെക്കൻഡ് ഫേസിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. കഴിഞ്ഞ വർഷം 3,059 ലഭിച്ചപ്പോൾ ഈ വർഷം 2025 2,839 വരെ ഫസ്റ്റ് ഫേസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 2,900 ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. സെക്കൻഡ് ഫേസിൽ ആ ഒരു റാങ്കുകാർക്ക് സാധ്യതയുണ്ട്. ഇതാണ് ഗവൺമെന്റ് MBBS സീറ്റ് MBBSന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഇനി കാലിക്കറ്റ് ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുകയാണ്. എല്ലാ മെഡിക്കൽ സീറ്റും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും വലുതോ ചെറുതോ ആണെന്നല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമുക്ക് കാലിക്കറ്റ് ഒന്ന് നോക്കാം. കോഴിക്കോട് ഓപ്പൺ കാറ്റഗറി 175, ഈഴവ 346, മുസ്ലിം 231, LA 947 947, DV 3,297 ഏകദേശം 3,300 DVയുടെ അവിടുത്തെ ക്ലോസിംഗ് റാങ്ക്. VK വിശ്വകർമ്മ 583 റാങ്കിനാണ് കിട്ടിയിരിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു 511 റാങ്കിന്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1,149 റാങ്കിന്, KN 4,225 റാങ്കിന്, കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് KU 7,188 റാങ്കിന്, SC 4,898 റാങ്കിന്, ST 6,153 റാങ്കിനും, EW 831 കാലിക്കട്ട് ഇത്തവണ ഫസ്റ്റ് ഫേസിൽ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ഇനി സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് ഒന്ന് കിടക്കാം. സെൽഫ് ഫിനാൻസിങ് നോക്കുകയാണെങ്കിൽ 8,000 റേഞ്ചുകാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ കാറ്റഗറിയിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8,739 കിട്ടിയിട്ടുണ്ട്. ഈഴവ നോക്കുകയാണെങ്കിൽ 9,169 പാലക്കാട് ലഭിച്ചിട്ടുണ്ട്. 2006 ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അതായത് ടോപ്പ് 5 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ വരുന്ന ഒരു കോളേജാണ് ജൂബിലി മിഷൻ. 2000 റാങ്കിനാണ് ഈഴവ കാറ്റഗറിയിൽ അവിടെ ലഭിച്ചിരിക്കുന്നത്. 1,800 റാങ്കിനാണ് ഓപ്പൺ കാറ്റഗറിയിൽ അവിടെ ലഭിച്ചിരിക്കുന്നത്. ST 23,000 കിട്ടിയിട്ടുണ്ട്. SC 11,000 കിട്ടിയിട്ടുണ്ട്. DV 6,088 LA 2,953 ജൂബിലി മിഷനിൽ കിട്ടിയിരിക്കുന്നത്. ദെൻ കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് നോക്കാം. ടോപ്പ് 5 വരുന്ന ഒരു കോളേജ് തന്നെയാണ്. ഈഴവ 7,344, SM 7,083. യെസ്, ദെൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, പുഷ്പഗിരി ടോപ്പ് 5 വരുന്ന ഒരു കോളേജാണ്. 2,722 ഓപ്പൺ കാറ്റഗറി, 2,765 ഈഴവ കാറ്റഗറി. അതായത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള സീറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2,000 റാങ്കിനൊക്കെ തന്നെയാണ് അവിടെ സെൽഫ് ഫിനാൻസിങ്ങിൽ പോലും സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ദെൻ ഓരോ കോളേജും നോക്കിയാലും KMCT 4,900, കരുണ മെഡിക്കൽ കോളേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ. ദെൻ അല്ലസർ 8,300. അമല മെഡിക്കൽ കോളേജ് ടോപ്പ് 5 വരുന്ന ഒരു കോളേജാണ് അമല മെഡിക്കൽ കോളേജ്. 2,199 അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. 2,298 ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക്. 2,231 മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ദെൻ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 12,062 അമലയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇത്രയുമാണ് സെൽഫ് ഫിനാൻസിങ് MBBS. നമുക്കൊന്ന് നോക്കിയാലോ, ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ കാറ്റഗറിയും STയുടെ ക്ലോസിംഗ് റാങ്ക് ഏകദേശം 28,000 ഒക്കെയാണ് വന്നിരിക്കുന്നത്. 28,000 റേഞ്ചിലാണ് ST ഫസ്റ്റ് ഫേസിൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. SCയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് ഒരു 17,000 റേഞ്ചിലാണ് കേട്ടോ. 17,141 കിട്ടിയിട്ടുണ്ട്. KUവിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് ഒരു 24,308 ആ ഒരു റേഞ്ചിലാണ്. 24,308
KU കാറ്റഗറിയിൽ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. KNന്റെ ക്ലോസിംഗ് റാങ്ക് ഏകദേശം 10,000 റേഞ്ചിൽ, എല്ലാ കോളേജിലും 10,000 റാങ്കിന് മുകളിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 10,352, എല്ലാം ഒരു 11,000 റേഞ്ചിൽ തന്നെയാണ്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ 9,000, 10,000 ഒക്കെ വന്നിട്ടുണ്ട്. 9,000 റേഞ്ചിലാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഗവൺമെന്റ് സെക്ടറിലുള്ള BDS കോളേജുകൾ. 6 BDS കോളേജുകളാണ് ഗവൺമെന്റ് സെക്ടറിൽ കേരളത്തിലുള്ളത്. യെസ്, ഓരോ കാറ്റഗറിയും നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോട്ടയമാണ് ഫസ്റ്റ്. ഓപ്പൺ കാറ്റഗറി 3,396 അഡ്മിഷൻ ലഭിച്ചു. ഈഴവ 3,547, മുസ്ലിം 3,406, LA 5,552, ബാക്ക്വേർഡ് ഹിന്ദു 6,238, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 6,126, KN 13,922, KU 23,890, SC 17,340, EW 4,460. ഇതാണ് കോട്ടയത്തെ ക്ലോസിംഗ് റാങ്ക്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3,461 ഗവൺമെന്റ് BDSന്റെ ആദ്യ ഫേസിന്റെ ക്ലോസിംഗ് റാങ്ക്. ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂരാണ് കിട്ടിയിരിക്കുന്നത്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 4,828, കണ്ണൂർ തന്നെയാണ്. MUന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 3,702, അഗെയിൻ കണ്ണൂരാണ്. LAയുടെ ക്ലോസിംഗ് റാങ്ക് 9,527, തൃശൂർ, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശൂർ ആണ്. DV കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 11,198, കണ്ണൂരാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. VK 3,929, കണ്ണൂർ തന്നെ. ബാക്ക്വേർഡ് ഹിന്ദു 8,141, കണ്ണൂർ. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 9,174 ആണ് ഇറ്റ്സ് ക്ലോസിംഗ് റാങ്ക്. ആൻഡ് KN 14,841, 14,841. KU കാറ്റഗറി, ദ ക്ലോസിംഗ് റാങ്ക് ഓഫ് KU ഇസ് 25,543, 25,543. SCയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് ഏകദേശം എല്ലാ കോളേജുകളിലും 17,000 റാങ്ക് ആണ് ക്ലോസിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ 15,000 വന്നിരിക്കുന്നത് കോഴിക്കോട് മാത്രമാണ്. ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോട് 15,190, ബാക്കി എല്ലാ കോളേജിലും 17,000 SCയുടെ ക്ലോസിംഗ് റാങ്ക്. STയുടെ ക്ലോസിംഗ് റാങ്ക് 31,189, അതായത് 31,000 റാങ്കിന് ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരാണ്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 6,230 ആണ് ക്ലോസിംഗ് റാങ്ക്. ഓക്കെ, ദെൻ ജസ്റ്റ് നമുക്ക് ഗവൺമെന്റ് BDS സീറ്റുകൾ കൂടി നോക്കാം. സെൽഫ് ഫിനാൻസിങ് BDS സീറ്റുകൾ കൂടി നോക്കാം. സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും BDSന് കിട്ടിയ കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക്. ഓക്കെ, ഓപ്പൺ കാറ്റഗറി എനിക്കൊന്ന് 20,000 റാങ്കിന് മുകളിലാണ് മിക്ക കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ കിട്ടിയിരിക്കുന്നത്. ട്രാവൻകൂർ ഡെന്റൽ കോളേജ് 13,740, അൽ അസറിൽ 16,801, ദെൻ എഡ്യൂക്കെയറിൽ 21,038. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലബാർ ഡെന്റൽ കോളേജ് 21,352. എല്ലാ കുട്ടികളെയും ആദ്യം കൺസിഡർ ചെയ്യുക ഓപ്പൺ കാറ്റഗറിയില, ജനറൽ കാറ്റഗറിയില. അവിടെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെ നിങ്ങളുടെ കാറ്റഗറിയിലേക്ക് നിങ്ങളെ നോക്കുക. ഇപ്പൊ ഈഴവ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടി, ആദ്യം ആ കുട്ടിയെ ഓപ്പൺ കാറ്റഗറിയിൽ നോക്കും. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ നമ്മള് കുട്ടീനെ ട്രാവൻകൂർ ഡെന്റൽ കോളേജിൽ എടുത്തു. അവിടെ 13,740 ആണ് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക്. കുട്ടിയുടെ റാങ്ക് ഒരു 15,000 ആണെന്ന് കരുതിക്കോ. കുട്ടി ഈഴവ കാറ്റഗറിയാണ്, കുട്ടിക്ക് എവിടെ കിട്ടില്ല? ട്രാവൻകൂർ കുട്ടിക്ക് ഒരിക്കലും ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടുന്നില്ല. ബട്ട് അവിടെ ഈഴവ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 16,413. അപ്പൊ കുട്ടിയെ അവിടെ റിസർവേഷനിൽ കുട്ടിക്ക് എവിടെ കിട്ടും? അതേ കോളേജിൽ കിട്ടും. അപ്പൊ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയും ജനറൽ കാറ്റഗറിയിലാണ് ആദ്യം നോക്കുക. അവിടെ ആ ഒരു ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ ഓരോ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ദെൻ ഈഴവ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ 24,000, 17,000, 22,000 ഒക്കെ തന്നെയാണ്. 28,000 റാങ്കിന് 28,330 റാങ്കിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 26,458 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 17,000 ഉണ്ട്, 19,000 ഉണ്ട്, 24,000 റാങ്കിനൊക്കെ മുസ്ലിം കാറ്റഗറിയിൽ BDS ലഭിച്ചിട്ടുണ്ട്. LA കാറ്റഗറിയിൽ 27,000, 28,000 റാങ്കിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ പോയി അഡ്മിഷൻ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യില്ല. യെസ്, LA കാറ്റഗറി 27,000, 28,000 ഒക്കെ ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട് പല കോളേജുകളിലും. DV കാറ്റഗറി 19,000 ക്ലോസിംഗ് വന്നിട്ടുണ്ട്.
24,594 ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട്. 25,008 ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാറ്റഗറിയും ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ്. KU 30,000 വന്നിട്ടുണ്ട് ക്ലോസിംഗ് പല കോളേജിലും. 32,000 ശ്രീ ശങ്കരയിലെ ക്ലോസിംഗ് റാങ്ക് KU കാറ്റഗറിയുടേത്. അതേപോലെ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 23,000, 20,000, 25,000 ഒക്കെയാണ് പല കോളേജിലെയും ക്ലോസിംഗ്. STയും അങ്ങനെ തന്നെ 40,000 റാങ്കിന് CCL കിട്ടിയിട്ടുണ്ട്. ST കാറ്റഗറി. 42,000 റാങ്കിന് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയിട്ടുണ്ട്. 40,000, 43,000 ഏകദേശം അവരുടെ ക്ലോസിംഗ് റാങ്ക്. 43,969, അതായത് ഒരു 44,000 റാങ്കാണ് STയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഇക്കണോമിക്കലി വീക്കർ സെഷന്റെ ക്ലോസിംഗ് റാങ്കും ഏകദേശം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ വളരെ റാങ്കിൽ കുറച്ച് പിന്നിലാണെങ്കിൽ പോലും BDS സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം വളരെ കെയർഫുൾ ആയിട്ട് ഒരു തീരുമാനം എടുക്കുക. കാരണം അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചേർന്നേ പറ്റൂ. എന്നാലേ ഫെർദർ അലോട്ട്മെന്റ്സിൽ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ഒരിക്കലും ടെൻഷൻ ആവേണ്ട. കാരണം കണ്ടില്ലേ, ലാസ്റ്റ് റാങ്ക് ഒക്കെ സാധ്യതകൾ ഒരുപാടുണ്ട്. ഓൾ ഇന്ത്യയിൽ സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. യെസ്, അപ്പോൾ വളരെ ഉചിതമായ തീരുമാനം എടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. Bye-bye.